നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അത്യന്തം നാടകീയമായ അപലപനീയമായ സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ് ഒരു ബസ്സിനുള്ളിൽ. പഴയ നോട്ട് നൽകിയെന്ന കാരണത്താൽ KSRTC ബസ്സിൽ യാത്രക്കാരന് ജീവനക്കാരുടെ മർദ്ദനം. തൃശൂർ ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലായിരുന്നു ഈ അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറിയത്. കോട്ടയത്തേക്ക് പോകുമ്പോൾ കൂത്താട്ടുകുളത്തെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ രാവിലെ 11 മണിയോടെയാണ് ബസ് നിർത്തിയിട്ട് യാത്രക്കാരനെ ഡ്രൈവറും കണ്ടക്ടറും ചേർന്ന് മർദ്ദിച്ചത്. ബസ് ഡ്രൈവർ യാത്രക്കാരന്റെ മുഖത്ത് പലതവണ അടിക്കുന്നുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം, ഈ ക്രൂര സംഭവത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ചില യാത്രക്കാരും മർദ്ദിക്കാൻ ഒപ്പം കൂടുന്നുണ്ട്. ഒരു പഴയ നോട്ട് നൽകിയതിന്റെ പേരിലാണോ ഒരു യാത്രക്കാരൻ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്? എന്തിന്റെ കാരണത്തായാലും ഇത്തരത്തിൽ മർദ്ദിക്കാവോ എന്നൊരു ചോദ്യം തന്നെ ശക്തമാവുകയാണ്. ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കം, ആ തർക്കമാണ് ഇത്തരത്തിലൊരു കയ്യാങ്കളിയിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ് കണ്ടക്ടർ നൽകുന്ന വിശദീകരണം. മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയത്തിന് പോവുകയായിരുന്ന യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാൻ കീറിയ 100 രൂപ നോട്ട് നൽകി. ഇത് തർക്കത്തിലേക്ക് നയിക്കുകയായിരുന്നു. കണ്ടക്ടർ ആവശ്യപ്പെട്ടു നോട്ട് മാറ്റി നൽകാൻ. പക്ഷെ യാത്രക്കാരൻ അതിന് തയ്യാറായില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞു. അതായത് ഈ ഒരു രൂപ എടുക്കാൻ സാധിക്കില്ല, അപ്പോൾ ഒരു നോട്ട് ആവശ്യപ്പെട്ടപ്പോൾ മറ്റു നോട്ട് നൽകാനുമില്ല. ഇതിന് പിന്നാലെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കണ്ടക്ടർ ആവശ്യപ്പെട്ടു. പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടും യാത്രക്കാരൻ തയ്യാറായില്ല. ഇതോടെയാണ് ഡ്രൈവർ ബസ് നിർത്തിയ ശേഷം മർദ്ദിച്ചത്. എന്തായാലും അതിക്രൂരമായ സംഭവമായി മാറിയിരിക്കുകയാണ്. ഇത്തരത്തിൽ മർദ്ദിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യമൊക്കെ ഉയരുകയാണ്. ഇറക്കി വിട്ടാൽ പോരെ, ഒരു മർദ്ദനം എന്തിനാണ് നടത്തിയത് എന്നത് ഒരു ചോദ്യം. ആൾക്കൂട്ട കൊലപാതകമൊക്കെ നടക്കുന്ന നാടാണ് നമ്മുടേത്. അപ്പോൾ ഇത്തരത്തിൽ കൂട്ടം ചേർന്ന് ഒരാളെ മർദ്ദിച്ചത് അത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണ് എന്ന് ഒന്നടങ്കം പറയുകയാണ്. മറ്റെന്ത് കാരണം ചൊല്ലിയായാലും ഒരു വ്യക്തിയെ മർദ്ദിച്ചത് അത് മോശമെന്ന് തന്നെ അഭിപ്രായങ്ങൾ ഉയരുകയാണ്. അതേസമയം KSRTC ബസ് യാത്രകൾ പലപ്പോഴും പലർക്കും പല പല രീതിയിലുള്ള അനുഭവങ്ങൾ സമ്മാനിക്കാറുണ്ട്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി, ഇത്തരത്തിൽ ക്രൂരമായൊരു സംഭവം ഉണ്ടായി. എന്തായാലും ഒരു യാത്രക്കാരന് ക്രൂരമായ ഒരു മർദ്ദനമാണ് ബസ്സിൽ നേരിടേണ്ടി വന്നത്. KSRTC യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പലർക്കും പല പല അനുഭവങ്ങളുണ്ടാകും. ഈ 2 ദിവസം മുന്നേ സംഭവിച്ചൊരു വാർത്തയിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. പുനലൂർ KSRTC ബസ് ഡിപ്പോയിൽ നിന്ന് അച്ചൻകോവിലേക്ക് വരികയായിരുന്ന ബസ്സിന് മുമ്പിൽ അപ്രതീക്ഷിതമായി കാട്ടാനെത്തി അക്രമാസക്തനായി. വനമേഖലയിലെ സ്ഥിരം സാന്നിധ്യമായ കാട്ടാന ഇക്കുറി ബസ് വഴിയിൽ തടഞ്ഞു. ഇതോടെ യാത്രക്കാർ ആകെ മൊത്തം പരിഭ്രാന്തരായി. അലിമുക്ക് അച്ചൻകോവിൽ വനപ്പാതയിൽ കോന്നി ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിലുള്ള ചിറ്റാർത്തുറ ഭാഗത്താണ് കാട്ടാനയെ കണ്ടെത്തിയത്. ഉടൻ തന്നെ കണ്ടക്ടർ ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഡ്രൈവർ ബിജുമോൻ ബസ് നിർത്തി. പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ബസ്സിനെ ലക്ഷ്യമാക്കി വന്ന കാട്ടാന ബസിന്റെ മുൻഭാഗത്തെത്തി കൊമ്പുകൊണ്ട് ബസ്സിൽ കുത്തുകയായിരുന്നു. യാത്രക്കാർ ഉറക്കെ നിലവിളിച്ചതോടെ ആന കാട്ടിലേക്ക് മടങ്ങി. തുറവളയം ഭാഗത്തെത്തിയപ്പോൾ കാട്ടാന ബസിന്റെ മുൻപിൽ വന്നുപെട്ടു. സാധാരണ ഈ കാട്ടാന വഴി മാറാറുണ്ട്, പക്ഷെ ഇത്തവണ കാട്ടാന വഴി മാറിയില്ല. ബസ്സിനെ നേർക്ക് വരികയാണ് ചെയ്തത്. ഇതോടെ ബസ് പിന്നോട്ടെടുക്കുകയായിരുന്നു. പിന്നെ നിർത്തിയപ്പോൾ ബസ്സിന്റെ മുൻപിൽ വന്ന് കൊമ്പ് കൊണ്ട് കുത്തി. യാത്രക്കാർ വളരെയധികം ഭീതിയിലായി. അവർ നിലവിളിച്ചു. ഇതോടെ കാട്ടാന തിരികെ പോയി. എന്തായാലും ആന തടഞ്ഞ ഈ വാർത്തയും ഈ 2 ദിവസം മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.